ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് ഫ്രിക്ഷനെ പറ്റി നോക്കാം. ഫ്രിക്ഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സാധനമാണ്. ഇപ്പോൾ ഞാൻ പേന ഇവിടെ വയ്ക്കണം, ഞാൻ തള്ളിക്കഴിഞ്ഞത് കുറച്ച് ഉരുണ്ട് അത് റെസ്റ്റിലായി. അതിന് കാരണം ഫ്രിക്ഷനാണ്. ഇങ്ങനെ തള്ളിക്കഴിഞ്ഞ് പെട്ടെന്ന് നിൽക്കാനും കാരണം ഫ്രിക്ഷനാണ്. കാരണം ഇതിൻ്റെ റബ്ബർ ഇവിടെയുണ്ട്, ആ റബ്ബറും ഈ പേപ്പറും തമ്മിലുള്ള ഫ്രിക്ഷനാണ് ഈ പേന ഇവിടെ ഇപ്പം നിന്ന് പോകാനായിട്ടുള്ള കാരണം. ഫ്രിക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് സർഫസ് തമ്മിലാണല്ലോ ഫ്രിക്ഷൻ വന്നത്. ഇപ്പോൾ രണ്ട് സർഫസിനും നമ്മൾ എത്ര സ്മൂത്ത് ആക്കിയാലും അതിൻ്റെ ഇടയ്ക്ക് ആ സർഫസിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. ആ ഇറഗുലാരിറ്റീസ് കാരണമാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇത് ഒന്നാമത്തെ ബോഡിയുടെ സർഫസ്, ഇത് രണ്ടാമത്തെ ബോഡിയുടെ സർഫസ്. രണ്ടും തമ്മിൽ വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൊളുത്തി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും. പക്ഷെ നമ്മൾ തള്ളുകയും കൂടെ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഈ ഭാഗങ്ങൾ വിട്ടുപോകും. അപ്പോൾ അതൊക്കെയാണ് ഫ്രിക്ഷനുള്ള കാരണങ്ങൾ. നമ്മളൊരു സാധനം ഉരയ്ക്കുന്ന സമയത്ത് ഈ ഫ്രിക്ഷനാണ് ഇവിടെ ആക്ട് ചെയ്യണം. അങ്ങനെയാണ് അതിൽ നിന്ന് പൊടി ആയിട്ട് ഉള്ള കാര്യങ്ങൾ കിട്ടുന്നത്. ഇനി ഫ്രിക്ഷൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അത് വെയ്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ്. വെയ്റ്റ് എന്താണെന്ന് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ ഒരു ബോഡി താഴോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോർമൽ ഫോഴ്സാണ് വെയ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് F, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു N. പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ F മാക്സ് ആണ്, മാക്സിമം ഫ്രിക്ഷനാണ് N ആയിട്ട് വരാവുന്നത്, Nന് പ്രൊപ്പോർഷണൽ ആവുന്നത്. അപ്പോൾ F മാക്സിമം ഈക്വൽസ് മ്യൂ N എന്ന് എഴുതാം. മാക്സിമം എഴുതാനുള്ള ഒരു കാരണം, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നെങ്കിൽ μN ആവാം, അല്ലെങ്കിൽ μNലും ചെറുതാവാം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. ഇനി വേറൊരു കാര്യം, നോർമൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്കാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിൻ്റെ സൈഡിലേക്ക് ഈ ഡയറക്ഷനിലേക്കോ ആകും. ഏത് സൈഡിൽ നിന്നാണോ നമ്മൾ തള്ളണത് ആ ഡയറക്ഷനിലേക്ക്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് ഈ ഡയറക്ഷനിലേക്കായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. നമ്മളൊരു സാധനം തള്ളുമ്പോൾ അത് നീങ്ങാൻ തുടങ്ങണ എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ F മാക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ N ആണെന്ന് നമ്മൾ പറഞ്ഞു. മാക്സിമം വരാവുന്ന ഫ്രിക്ഷൻ ഇതാണെന്ന് പറഞ്ഞു. നമ്മളുടെ ഈ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങനെയുണ്ട്, അതിൻ്റെ കൂടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്കുമുണ്ട്. F ഇങ്ങോട്ടുമുണ്ട്, സ്മോൾ f ഇങ്ങോട്ടുമുണ്ട്. അതിൻ്റെ നെറ്റ് വെക്ടർ എത്രയാണെന്ന് എടുക്കുക. ഇങ്ങോട്ടൊരു വെക്ടർ, ഇങ്ങോട്ടൊരു വെക്ടർ, ടോട്ടൽ വെക്ടർ ആഡ് ചെയ്ത് നോക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് F മൈനസ് F എന്ന് എഴുതാം, അല്ലെങ്കിൽ രണ്ട് തിരിച്ചെഴുതാം, മൈനസ് പ്ലസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണോ ആ ഡയറക്ഷനിലേക്കാണ് ബോഡി മൂവ് ചെയ്യാനായിട്ട് നോക്കുള്ളൂ. ഇപ്പോൾ ക്യാപിറ്റൽ F പ്ലസ് സ്മോൾ f കിട്ടിക്കഴിയുമ്പോൾ 0 അല്ലെങ്കിൽ അത് ഏത് ഡയറക്ഷനിലേക്കാണ്. ഇപ്പോൾ ഈ ഡയറക്ഷനാണ് ഞാൻ പോസിറ്റീവ് എന്ന് എടുത്തത്, ഈ ഡയറക്ഷൻ പോസിറ്റീവ് എന്നാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം 0 അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ് അത് സൈൻ അനുസരിച്ച് നീങ്ങും. സ്മോൾ f ആണ് കൂടുതലെങ്കിൽ അതിന് ഇങ്ങോട്ട് നീങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് കാരണം ഈ F എന്ന് പറയുന്നത് ഇവിടെ F എന്ന് പറയുന്നത് ക്യാപിറ്റൽ F തന്നെയായിരിക്കും, സ്മോൾ f എന്ന് പറയുന്നത് ക്യാപിറ്റൽ F തന്നെയായിരിക്കും. ഏതുവരെ ഈ ലിമിറ്റ് എത്തുന്നത് വരെ സ്മോൾ ഫ്രിക്ഷണൽ ഫോഴ്സും
ഈ ഫോഴ്സും സെയിം തന്നെ ആയിരിക്കും. ഇനി ഈ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ക്യാപിറ്റൽ എഫ്, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ എഫിനേക്കാളും കൂടുതലാവും. ഈ സ്മോൾ എഫിന് മ്യൂ എന്നിനേക്കാളും വലിയ ഒരു വാല്യൂവും എടുക്കാൻ പറ്റില്ല. മാക്സിമം എഫിന് എടുക്കാവുന്ന വാല്യൂ മ്യൂ എന്നാണ്. അപ്പോൾ ഈ എഫ്, ക്യാപിറ്റൽ എഫ് സ്മോൾ എഫിനോട് കുറച്ച് കൂടുതലാവുന്ന സമയം തൊട്ട് ഈ ബോർഡ് മൂവ് ചെയ്ത് തുടങ്ങും. ഏത് ഡയറക്ഷനിലേക്ക്? ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അതുവരെ രണ്ടിൻ്റെയും സമ്മ് 0 ആയിരുന്നു. ക്യാപിറ്റൽ എഫ് നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ക്യാപിറ്റൽ എഫ് കൂടി വരും, അതിനനുസരിച്ച് സ്മോൾ എഫ് കൂടി വരും. മ്യൂ എൻ എത്തുന്നവരെ അത് കൂടിക്കൊണ്ടിരിക്കും. ക്യാപിറ്റൽ എഫ് ഈക്വൽസ് മ്യൂ എൻ ആവുന്ന സമയത്ത് അതിന് കൂടുതൽ ഫ്രിക്ഷന് വാല്യൂ എടുക്കാൻ പറ്റില്ല. അന്നേരം തൊട്ട് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇതെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ എഫിന്, സ്മോൾ എഫിന് മാറ്റമൊന്നുമില്ല, അത് മ്യൂ എൻ തന്നെയായിരിക്കും, അതിന് മാറ്റമൊന്നുമില്ല. അതിൻ്റെ ബാക്കിയുള്ള വെക്ടർ, ഇനി ഇതിൻ്റെ കൂടുതലായി കഴിയുമ്പോഴുള്ള കാര്യം നമുക്ക് നോക്കാം. എം എ എന്ന് പറയുന്നത് എഫ് മൈനസ് എഫ് ആയിരിക്കും. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും എം എ എന്ന് പറയുന്ന സാധനം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ചെരിവിൽ വെച്ച് കഴിയുമ്പോൾ, സ്ലോപ്പിൽ വെച്ച് കഴിയുമ്പോൾ, ഇവിടെ ഒരു ആംഗിൾ തീറ്റയുണ്ട്, ഒരു ബോഡി ഇവിടെ വെച്ചേക്കണം, താഴോട്ട് എം ജി ഉണ്ട്, ഈ ഡയറക്ഷനിൽ നോർമലുണ്ട്. ഇങ്ങനെ ഒരു ബോഡിയിലുള്ള എല്ലാ ഫോഴ്സും മാർക്ക് ചെയ്യുന്നതിനാണ് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എം ജി വരച്ചു, എൻ വരച്ചു, ഫ്രീ ബോഡി ഡയഗ്രം കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഡയറക്ഷനിലേക്കാണ് ഇതിന് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണ്. ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ഡയറക്ഷനിലേക്കായിരിക്കണം എഫ് വരേണ്ടത്. ഇനി ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാം. ഈ എം ജിനെ നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ എം ജി കോസ് തീറ്റ എന്ന് എഴുതാം, ഇതിനെ എം ജി സൈൻ തീറ്റ എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടും. ഈ ഡയറക്ഷനിൽ മോഷനൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് എഴുതാം എൻ മൈനസ് എം ജി കോസ് തീറ്റ ഈക്വൽസ് 0 എന്ന് എഴുതാം. അതായത് എൻ ഈക്വൽസ് എം ജി കോസ് തീറ്റ. ഇനി ഈ ഡയറക്ഷനിലും മോഷനൊന്നും ഇല്ലെങ്കിൽ എം ജി സൈൻ തീറ്റ മൈനസ് എഫ് ഈക്വൽസ് 0, അതായത് ഇങ്ങനെ എഴുതാം. ഇനി എഫ് എന്ന് പറയുന്നത് എഫിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ മ്യൂ എൻ ആണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് മ്യൂ എൻ. പക്ഷേ എൻ എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റയാണ്. അപ്പോൾ ദെൻ മ്യൂ എം ജി കോസ് തീറ്റ, എം ജി ഇവിടെയുണ്ട്, എം ജി ഇവിടെയുണ്ട്, ക്യാൻസൽ ആയി പോകും. ദെൻ മ്യൂ ഈക്വൽസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം, ടാൻ തീറ്റ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടാൻ തീറ്റ ആണെന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെരുവിൽ വെച്ച് കഴിയുമ്പോൾ, സ്ലോപ്പിലിരിക്കുമ്പോഴുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അനങ്ങാതിരിക്കുമ്പോഴാണ്, മൂവ് ചെയ്യുമ്പോൾ വേറെ രീതിയായിരിക്കും. നമുക്ക് പലതരത്തിലുള്ള ഫ്രിക്ഷനെ പറ്റി നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. ഇനി മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ട്, മൂവ് ചെയ്യുമ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്, സ്ലൈഡിങ് ഫ്രിക്ഷൻ, അതുപോലെ തന്നെ റോളിങ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഫ്രിക്ഷനും കൂടിയുണ്ട്. ഒരു സാധനം ഇങ്ങനെ ഉരുണ്ട് പോകുമ്പോൾ ഉള്ള, റോൾ ചെയ്ത് പോകുമ്പോൾ ഉള്ള ഫ്രിക്ഷനാണ് റോളിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരു സാധനം ഉരുളാനുള്ള കാരണം ഫ്രിക്ഷൻ തന്നെയാണ്. അതിനെപ്പറ്റി ടോർക്ക് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ പറ്റി പഠിച്ചിട്ട് അതിനെപ്പറ്റി പറയാം. സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി.
വെലോസിറ്റിയുടെ ഫസ്റ്റ് പവർ മാത്രമല്ല സെക്കൻഡ് വി സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യാം, വി ക്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതെല്ലാം വിയുടെ വാല്യൂ ഒത്തിരി കൂടുതലാവുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വാല്യൂ ഇല്ലാതെയും വരാം. പക്ഷെ ചെറിയ വെലോസിറ്റിയുടെ വാല്യൂസിന് പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ വി തന്നെയുള്ളൂ. അത് നമ്മൾ പല കേസിലും എടുക്കും. ഓസിലേറ്ററി മോഷൻ വരുമ്പോൾ നമ്മളിതെടുക്കും. മിക്കവാറും വിക്ക് പ്രൊപ്പോർഷണലായിട്ടേ വരാറുള്ളൂ. ചില കേസിലാണ് വി സ്ക്വയറിന് വി ക്യൂബിനൊക്കെ പ്രൊപ്പോർഷണലായിട്ട് വന്നത്. എന്നാലും ചെറിയ വെലോസിറ്റിയിൽ വിക്ക് മാത്രമേ പ്രൊപ്പോർഷണൽ ആവാറുള്ളൂ. പിന്നെ ഞാനൊരു കോൺസ്റ്റൻറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നതാണ് വി എന്ന്. അല്ലെങ്കിൽ മ്യൂ തന്നെ നമുക്കെടുക്കാം. ഇതാണ് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. അത് ഓരോ സാഹചര്യത്തിലും നമ്മൾ ഓരോ പേര് പറയും. എന്തായാലും ഈ സ്ലൈഡിങ് ഫ്രിക്ഷൻ വെലോസിറ്റിക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക. എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.